ബെന്നി ബെഹനാൻ, ദ ഗ്രേറ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്. ബെന്നി ബെഹനാൻ ഇവിടെ കാലുകുത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ ചില നാടകം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നം കരുതിയതാണ്. ഇത് അങ്ങയുടെ കൂടെ തലച്ചോറിൽ വിരിഞ്ഞതല്ലേ? ഇതിന്റെ തലച്ചോറ് സന്ദീപന് തന്നെയാണ്. സന്ദീപ് എടുത്ത തീരുമാനം, സന്ദീപ് ഈ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു, ഞങ്ങൾ സ്വാഗതം ചെയ്തു. സന്ദീപ് തീരുമാനം സ്വാഭാവികമായിട്ട് അറിയിച്ചു. അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയെന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു, വിദ്വേഷത്തിൻ്റെ കടയിൽ നിന്നും ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു. അതാണ് എൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലെല്ലാം ഉണ്ട്. വളരെ മാറ്റം ഉണ്ടാവുമല്ലോ. അദ്ദേഹം ഒന്ന് പാലക്കാട് മണ്ഡലത്തിൽ ഈ സന്ദീപൻ്റെ നിലപാട് സന്ദീപിന് മാത്രമല്ല, BJPയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തിനെ എതിർക്കുന്ന സമാധാന ചിന്താഗതിക്കാരായ ഒട്ടേറെ ആളുകൾക്ക് ഇതൊരു പ്രോത്സാഹനമാണ്. BJPക്ക് മാത്രമല്ല, മതേതരത്വ വിശ്വാസികൾക്ക് സന്ദീപിനെ പോലുള്ള ഒരാൾ പോലും കോൺഗ്രസിൻ്റെ പ്രസക്തിയെ തിരിച്ചറിഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി ഒരു പ്രചോദനമാണ്. ഒരു പ്രത്യയശാസ്ത്ര കമ്മിറ്റ്മെൻറ്റ് ഒരിക്കലും ബാധ്യതയല്ലല്ലോ. പ്രത്യയശാസ്ത്ര കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും പ്രതീക്ഷയാണ്. അതെല്ലാം ഉപേക്ഷിച്ചു വരുന്നു. ഉപേക്ഷിച്ചു വന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയ വാക്കാണ് അദ്ദേഹത്തെ തീരുമാനത്തിൽ പ്രേരിപ്പിച്ചത്. സന്ദീപ് വാര്യർ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. അങ്ങനെ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഒരു കൂട്ടം നിങ്ങൾക്ക് ഇവിടെ ഈ KPCCയുടെ ഈ പ്രചരണ കമ്മിറ്റി ഓഫീസിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഇലക്ഷൻ ക്യാമ്പയിനിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മൂഡ് എക്സൈറ്റിംഗ് ആണ്, എനർജറ്റിക് ആണ് എന്ന് പറയാതെ നിവൃത്തിയില്ല.